ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കേക്ക് റെസിപ്പി ആയിട്ടാണ്. മാംഗോ പൗണ്ട് കേക്ക് ആണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. ഇപ്പോൾ മാംഗോ സീസൺ അല്ലേ, ഈ ടൈമിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നാരൊക്കെ കുറഞ്ഞ മാങ്ങയാണ്. അൽഫോൻസോ മാമ്പഴമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഴുത്ത മാമ്പഴം സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഒരു ഫുൾ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ സൈഡിലേക്ക് വെക്കുവാണ്. നമുക്ക് കേക്കിന് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അടുത്തതായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മുട്ട എടുക്കണം. അപ്പോൾ ഞാൻ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. 125 മില്ലി കപ്പാണ്. ഇനി ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എഗ് ബീറ്റർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഈ കേക്ക് നന്നായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 3-4 മിനിറ്റോളം നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം, ഏതായാലും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സമയം കൂടുതലെടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയായി കിട്ടും. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 100 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ് ഇത്. ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓവനിലോ അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് മെൽറ്റായി കിട്ടും. നമുക്കിനി ഈ ബട്ടറോട് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതൊരു 2 മിനിറ്റോളം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിലേക്ക് യോജിക്കണം. ഇപ്പോൾ ബട്ടർ നിങ്ങളുടെ അടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ, പാം ഓയിൽ, അതുപോലുള്ള ഓയിൽ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു മണമോ ടേസ്റ്റോ ഇല്ല. പക്ഷേ വെളിച്ചെണ്ണയ്ക്കൊക്കെ ആ ഒരു ടേസ്റ്റും മണവും തിരിച്ചറിയാൻ പറ്റുന്നത് കൊണ്ട് ആ ഓയിൽ ഉപയോഗിക്കരുത്. ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഈ അരിപ്പയിലേക്ക് 250 മില്ലി കപ്പിന് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ അളന്ന് വെച്ചിരിക്കുന്നതാണ് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. ഒരു പിഞ്ച് കൂടി പോകണ്ട, 1 പിഞ്ച് ഉപ്പ്. ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമുക്കിത് പതിയെ യോജിപ്പിക്കാം. ഒരുപാട് മിക്സ് ചെയ്തെടുക്കരുത്, പതിയെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് പതിയെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പതിയെ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിൽ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് ഷേപ്പാക്കാം. എഗ്ഗ് ചേർത്തിട്ടുള്ള കേക്കാണ് എങ്കിലും ഇതിൽ വാനില എസൻസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റൗവിൽ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരുപാട് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിൽ സ്റ്റൗവിൽ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കേക്ക് കറക്റ്റ് 35 മിനിറ്റ് ആയപ്പോഴത്തേക്കും റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഈ സ്റ്റിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. ഒരല്പം ബട്ടർ എടുത്തിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചൂടിന് തന്നെ കേക്കിലേക്ക് അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബട്ടർ അങ്ങ് മെൽറ്റായിട്ട് ചേരും. ഇത് നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കേക്ക് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് റീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ഈ സ്പോഞ്ചി ആയിട്ടുള്ള മാംഗോ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.